ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. അടുത്ത മാസം 14-ാം തീയതിയാണ് ISL ആരംഭിക്കുക. ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലാണ് ഏറ്റുമുട്ടുക. കൊൽക്കത്തയിൽ വെച്ചുകൊണ്ട് വൈകിട്ട് 5 മണിക്കാണ് ഈ മത്സരം നടക്കുക. ഇപ്പോൾ ISLലെ ട്രാൻസ്ഫർ വിൻഡോ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ ടീമുകളും ദ്രുതഗതിയിൽ ചില മാറ്റങ്ങളൊക്കെ ടീമിനകത്ത് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ചില അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 3 അപ്ഡേറ്റുകളാണ് ലഭിച്ചിട്ടുള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ താരം അത് കാസിമോവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് നേരത്തെ മുഹമ്മദൻ SCക്ക് വേണ്ടി കളിച്ചിട്ടുള്ള മധ്യനിര താരമാണ് കാസിമോവ്. ഉസ്ബെക്കിസ്ഥാൻ മിഡ്ഫീൽഡറായ ഇദ്ദേഹം പിന്നീട് ക്ലബിനകത്ത് ചില പ്രശ്നങ്ങളെ തുടർന്ന് ക്ലബ്ബ് വിടുകയായിരുന്നു. എന്നാൽ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് കാസിമോവ് ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അതായത് I-ലീഗ് ക്ലബ്ബായ ഗോകുലം കേരളയാണ് കാസിമോവിനെ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ISL പ്രമോഷൻ നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗോകുലം കേരള ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഈ ഒരു സൂപ്പർ താരത്തെ ഈ കേരള ക്ലബ്ബ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ താരം അത് ഇമ്രാൻ ഖാനാണ്. അതായത് ഇന്ത്യൻ മുന്നേറ്റ നിര താരമായ ഇമ്രാൻ ഖാനെ ചെന്നൈയിൻ FC ഇപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് ഇമ്രാൻ ഖാൻ. 30 വയസ്സുള്ള താരം 2013 അരങ്ങേറ്റം നടത്തിയിട്ടുള്ളത്. ഇന്ത്യയിലാകെ 130 മത്സരങ്ങളിൽ പരം അദ്ദേഹം കളിച്ചിട്ടുണ്ട്. മണിപ്പൂർ താരമായ ഇദ്ദേഹം പ്രധാനമായും ലെഫ്റ്റ് വിങ്ങിലാണ് കളിക്കാറുള്ളത്. ഏറ്റവും ഒടുവിൽ ഇമ്രാൻ ഖാൻ ജംഷഡ്പൂർ FCക്ക് വേണ്ടി കളിച്ചിരുന്നു. നേരത്തെ ഗോവയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരമാണ് ഇമ്രാൻ ഖാൻ. ഏതായാലും നല്ല ഒരു താരത്തെയാണ്, എക്സ്പീരിയൻസ് ഉള്ള ഒരു താരത്തെയാണ് ചെന്നൈയിൻ FC ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ താരം അത് റെയ്നിയർ ഫെർണാണ്ടസ് ആണ്. ഈ താരം കഴിഞ്ഞ സീസണിൽ ഒഡീഷ FCക്ക് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത്. എന്നാൽ അവരുമായുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിച്ചിരുന്നു. താരത്തെ നിലനിർത്താൻ ഒഡീഷ FC തയ്യാറായിരുന്നില്ല. ഇതോടുകൂടി ഗോവയിലേക്ക് തന്നെ അദ്ദേഹം മടങ്ങിയെത്തിയിട്ടുണ്ട്. നിലവിൽ FC ഗോവയുടെ ട്രെയിനിങ്ങിൽ അദ്ദേഹം ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. മധ്യനിര താരമായ ഇദ്ദേഹം FC ഗോവയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഏതായാലും റെയ്നിയർ ഫെർണാണ്ടസ് ഇനി മനോളോ മാർക്കസിന് കീഴിൽ തന്നെയാണ് കളിക്കുക. ഇങ്ങനെയാണ് 3 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.